ഹൈറേഞ്ചിലെ ഏലമലക്കാടുകളുടെ വ്യാപ്തി പെരുപ്പിച്ച് കാണിച്ച് മേഖലയെ വനഭൂമിയാക്കി മാറ്റുവാൻ പരിസ്ഥിതി സംഘടനകൾ ശ്രമിക്കുന്നതായുള്ള ആക്ഷേപം ശക്തമാകുന്നു. 2,15,720 ഏക്കർ ഭൂമി കാർഡമം ഹിൽ റിസർവിൽ ഉൾപ്പെട്ടതാണെന്ന വ്യാജരേഖ ചമച്ചാണ് പരിസ്ഥിതി സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇത് പരിശോധിക്കുവാനോ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുവാനോ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. 1897 ഗസറ്റ് പരസ്യത്തിൽ 15,720 ഏക്കർ ഭൂമിയാണ് CHR ആയി കാണിച്ചിരിക്കുന്നത്. വീണ്ടും 90 വർഷത്തിന് ശേഷം 1987 ഗസറ്റ് പരസ്യത്തിലും ഇതേ കണക്ക് തന്നെയാണ് തുടരുന്നത്. എന്നാൽ ഇതിനുശേഷം 37 വർഷം കഴിഞ്ഞ് 2024 2 ലക്ഷം ഏക്കർ കൂടി എങ്ങനെ ചേർത്തുവെന്ന് സർക്കാർ പരിശോധിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. 2,15,720 ഏക്കർ എന്ന വ്യാജരേഖ തയ്യാറാക്കിയാണ് പരിസ്ഥിതി സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരെ നിലപാട് സ്വീകരിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. 15,270 ഏക്കർ ഭൂമി മാത്രമേ CHR ഉള്ളൂവെന്നും അത് വനഭൂമിയോട് ചേർക്കില്ല എന്ന് കർഷകർക്ക് നിയമപരമായി തന്നെ കോടതിയിൽ നിന്നും സർക്കാരിൽ നിന്നും ഉറപ്പുവരുത്തുവാൻ റവന്യൂ വനം വകുപ്പുകൾ തയ്യാറാക്കണമെന്നുമാണ് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. വ്യാജരേഖ ഉണ്ടാക്കിയാണ് ഇപ്പൊ സുപ്രീം കോടതി കേസ് കൊടുത്തിരിക്കുന്നത്. അത് ആരും ചോദ്യം ചെയ്തില്ല, സർക്കാരും അതിന് സപ്പോർട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ അല്ല, സർക്കാർ ഈ നിയമസഭയിൽ വനംവകുപ്പ് മന്ത്രി പറയാ എത്രയാണെന്ന് കറക്റ്റ് എനിക്കറിയത്തില്ലെന്നാണ് പറഞ്ഞത്. 15,720 ഏക്കർ അല്ലാതെ വേറെ ഒന്നും പരിസ്ഥിതി മറ്റുള്ളതും പറഞ്ഞുകൊണ്ട് ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മരം വെച്ച് പിടിപ്പിച്ചു. ഇപ്പൊ ഏലകൃഷി എല്ലാവരും വെച്ചു. ആ ഏല കൃഷി ചെയ്ത എല്ലാം വനമാണെന്നും പറഞ്ഞ് ഇവര് തീരുമാനം എടുത്താൽ നമുക്ക് പോയില്ലേ പരിപാടി. അടുത്ത ദിവസം തന്നെ വിഷയമുന്നയിച്ച് മുഖ്യമന്ത്രിയെയും വനം റവന്യൂ വകുപ്പ് മന്ത്രിമാരെയും കാണുവാനാണ് ഹൈറേഞ്ചിലെ കർഷക സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.